ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പ്ലസ് വൺ അക്കൗണ്ടൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഹായ് ഓൾ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അതായത് നമ്മുടെ ഫേമിന് ചില എക്സ്പെൻഡിച്ചർ നടത്തും. ഓക്കെ, എന്നാൽ ആ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ഉണ്ടാകും. നമ്മളൊരു ഫേർണിച്ചർ വാങ്ങി. ഓക്കെ, ഈ ഫേർണിച്ചർ വാങ്ങിയാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? മോർ ദാൻ 1 ഇയർ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ഫേർണിച്ചർ വാങ്ങിയാൽ നമുക്ക് എത്ര കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? 5 ഇയേഴ്സ്, 6 ഇയേഴ്സ്, 10 ഇയേഴ്സ്, റൈറ്റ്? സോ 1 ഇയർ എബവ് നമുക്ക് ഒരു എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നായിരിക്കും നമ്മൾ വിളിക്കുക. പ്രധാനമായിട്ടും ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലവാക്കുന്ന ഫണ്ട് എന്താണോ, ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട് എന്താണോ അല്ലെങ്കിൽ ഫണ്ട് എന്താണോ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ഒന്ന് സിംപിളി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1 ഇയർ എബോവ് ആയിരിക്കും ബെനിഫിറ്റ് കിട്ടാം അല്ലേ? അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? 1 ഇയർ ബിലോ ആയിരിക്കും. സിംപ്ലി വി ക്യാൻ സേസ് ദാറ്റ് 1 ഇയർ ബിലോ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചേഴ്സിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറയപ്പെടുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേമിന്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് എന്തൊക്കെയാണോ ആ ഡെയിലി എക്സ്പെൻസിനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയാം. ഉദാഹരണത്തിന് റെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, സാലറി, വേജസ്, ഇത്തരം എക്സ്പെൻസസിന്റെ കേസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ, റെന്റിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 1 മന്ത് ആയിരിക്കും നമുക്ക് ബെനിഫിറ്റ് കിട്ടാം അല്ലേ? ഒന്ന് സിമ്പിൾ ആക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജൂൺ മന്തിൽ റെന്റ് കൊടുത്താൽ ജൂൺ മന്ത് നമുക്ക് സെറ്റ് ആക്കാം, അതായത് നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാം. ജൂലൈ മന്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മറ്റൊരു റെന്റ് കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ സാലറിയുടെ കേസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഈ മാസത്തെ സാലറി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു മാസം അയാൾ ജോലി ചെയ്യും, അടുത്ത മാസം ജോലി ചെയ്താൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരു സാലറി കൂടെ കൊടുക്കേണ്ടി വരും. സെറ്റ് അല്ലേ? സോ ഇത്തരത്തിൽ 1 ഇയർ ബിലോ നമുക്ക് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ, ഇത്തരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വിളിക്കുന്നു. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിന് പൊതുവെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ അസറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചിലവാക്കുന്ന എമൗണ്ടുകളാണ്. സിമ്പിൾ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാം. കാരണം അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലല്ല റെക്കോർഡ് ചെയ്യുക, പകരം ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും റെക്കോർഡ് ചെയ്യുക. സെറ്റ് അല്ലേ? എന്നാൽ നേരെ മറിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫേമിന്റെ ഡെയിലി എക്സ്പെൻസസ് ആണ്. സെറ്റ്. സോ ഡെയിലി എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെവിടേക്ക് റെക്കോർഡ് ചെയ്യല്? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ റെക്കോർഡ് ചെയ്യുക. സോ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന കാര്യം ഏകദേശം എല്ലാവർക്കും സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നത്. സോ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഡെയിലി എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സാലറി, കമ്മീഷൻ, സ്റ്റേഷനറി, ഇങ്ങനത്തെ ഐറ്റംസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും? മോർ ദാൻ 1 ഇയർ കിട്ടും, ഒരു വർഷത്തിൽ കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. സെറ്റ് അല്ലേ? സോ ഈ വീഡിയോയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ് എന്ന കാര്യം എല്ലാവർക്കും ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഓൾ ദോസ്.